എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നന്ദി. നേര്യമംഗലം പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളെയാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത്. ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലം കൂടിയാണ് നേര്യമംഗലത്തെ ഈ ചരിത്ര സ്മാരകം. ഈ പാലം അതിജീവിച്ചത് 1961 2018 ഉണ്ടായ 2 മഹാപ്രളയങ്ങളെയാണ്. ഹൈറേഞ്ചിൽ നിന്നും തേയിലയും സുഗന്ധവിളകളും മരങ്ങളും കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. അടുത്തതായി നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തിനും ഇടുക്കി ജില്ലയിലെ അടിമാലിക്കുമിടയിലായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ജലപാതമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാർ സന്ദർശകരുടെ ഒരു പ്രധാന ഇടത്താവളമാണ് ചീയപ്പാറ. ഇവിടെ നിന്നും 7 തട്ടുകളിലായി ജലം താഴേക്ക് പതിക്കുന്നു. വർഷകാലത്ത് സമൃദ്ധമായ ജലപാതം വേനലിൽ വറ്റി വരളും. എന്നാൽ വനമേഖല സമ്പുഷ്ടമായിരുന്ന കാലത്ത് വേനൽക്കാലത്തും ഇവിടെ സമൃദ്ധമായിരുന്നു. ഒഴുവത്തടം, വാളറ തുടങ്ങിയ വനമേഖലകൾ വെട്ടിവെളുപ്പിച്ചതിനാൽ വെള്ളച്ചാട്ടത്തിന് വിനയായി മാറി. വേനലിൽ ഒഴുവത്തടം മേഖലയിൽ നിന്നൊഴുകി വരുന്ന തോട്ടിലെ നീരൊഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളച്ചാട്ടം വറ്റി വരളും. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് വിരിപാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 അരുവികൾ സംയോജിക്കുന്നിടത്താണ് മൂന്നാർ ജന്മമെടുക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ മുൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സൗത്ത് ഇന്ത്യയിലെ വേനൽക്കാല വസതിയായിരുന്നു. തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ നഗരങ്ങൾ, വളഞ്ഞ വഴികൾ, അവധിക്കാല സൗകര്യങ്ങൾ തുടങ്ങിയവ മൂന്നാറിനെ ഒരു ജനകീയ റിസോർട്ട് പട്ടണമാക്കി മാറ്റി. വനങ്ങളും പുൽമേടുകളുമെല്ലാം ധാരാളം കാണപ്പെടുന്ന ഇവിടെയുള്ള വിചിത്രമായ സസ്യജാലങ്ങളിൽ ഒന്നാണ് നീലക്കുറിഞ്ഞി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ 2695 മീറ്ററിലധികം ഉയരമുള്ള ആനമുടി മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു. ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ആനമുടി.
മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങൾ, ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ, മഞ്ഞു പുതച്ച വഴികൾ, ഒപ്പം കോടമഞ്ഞ് വാരി വിതറുന്ന സുഖകരമായ തണുപ്പും. വർണ്ണനകളിൽ ഒതുക്കാനാകില്ല മൂന്നാറിൻ്റെ സൗരഭ്യം. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കും മൂന്നാറിൻ്റെ കാഴ്ചകൾ. കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളിയാഭരണം പോലെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ. കാഴ്ചകൾ ഒരുപാടുണ്ട്. പള്ളിവാസൽ, ദേവികുളം, മളയൂർ, മാങ്കുളം, കുട്ടമ്പുഴ പഞ്ചായത്തുകൾക്ക് നടുവിലാണ് മൂന്നാർ. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിൻ്റെ ഭൂപ്രകൃതിക്ക് അടുക്കും ചിട്ടയും ഉണ്ടാക്കിയത്. അതേസമയം ബ്രിട്ടീഷുകാരാണ് മൂന്നാർ പട്ടണത്തിനരികെ ആദ്യത്തെ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ നിർമ്മിച്ചത്. പഴയ മൂന്നാറിലുള്ള CSI ദേവാലയവും സെമിത്തേരിയും ബ്രിട്ടീഷ് ഭരണകാലത്താണ് നിർമ്മിച്ചത്. ഈ സെമിത്തേരിയുടെ ഏറ്റവും മുകളിലാണ് എലൈനർ ഇസബൽ മെയ് എന്ന ബ്രിട്ടീഷുകാരുടെ കല്ലറ. നയനങ്ങളെ അവിസ്മരണീയമാക്കുന്ന കാഴ്ചകൾക്ക് പോകാം മൂന്നാറിലേക്ക്. തണുപ്പിൻ്റെ ലഹരിയും കാഴ്ചയുടെ കൗതുകവും നിറഞ്ഞ യാത്ര. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. മൂന്നാറിൽ നിന്ന് വിരിപാറയിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ മാങ്കുളം എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്ര. KDHP കമ്പനിയുടെ അധീനതയിലുള്ള മനോഹരമായൊരു പ്രദേശമാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. കണ്ണൻദേവൻ കമ്പനിയുടെ ഏറ്റവും സ്വാദുള്ള തേയില ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങളിലൊന്നാണ് ലക്ഷ്മി. റോഡിന് ഇരുവശങ്ങളിലും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും ചെറിയ ചെറിയ അമ്പലങ്ങളും പൂത്തുനിൽക്കുന്ന സ്പാത്തോഡിയം മരങ്ങളും ഇവിടുത്തെ മനോഹര കാഴ്ചകളാണ്. ഈ വഴിയിലുള്ള വിരിപാറ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ഏതൊരാൾക്കും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. ഈ റൂട്ടിലുള്ള അധികം അറിയപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടമാണ് വിരിപാറ വെള്ളച്ചാട്ടം. പേരുപോലെ തന്നെ വിശാലമായ പാറകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. താൽപ്പര്യമുള്ള സഞ്ചാരികൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് ലക്ഷ്മിയിലേക്കുള്ള ദൂരം 8 കിലോമീറ്ററാണ്. അവിടെ നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ വിരിപാറയിൽ എത്തിച്ചേരാം. വിരിപാറയിലെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. മൂന്നാറിൻ്റെ ഭാഗമാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ജൈവമണ്ഡലമായ ഇരവികുളം ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസകേന്ദ്രമാണിവിടം.
ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാനും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. 2030 ഇനി നീലക്കുറിഞ്ഞി പൂക്കുക. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവികുളം ഉദ്യാനത്തിലാണ്. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരവികുളം ഉല്ലാസയാത്രയ്ക്കും പ്രകൃതി സൗന്ദര്യം നുകരാനും അനുയോജ്യമായ പ്രദേശമാണ്. ഇരവികുളത്തെ എക്കോ പോയിന്റ്, രാജമല എന്നിവിടങ്ങളിലാണ് സഞ്ചാരികൾ കൂട്ടമായി എത്താറുള്ളത്. രാജമല വരെ മാത്രമേ സന്ദർശനത്തിന് അനുവാദമുള്ളൂ. വരയാടുകളെ കൂടുതലായി കാണാനാകുന്ന സ്ഥലമാണ് രാജമല. വരയാടുകളുടെ പ്രജനനകാലമായ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. അപൂർവ ഗണത്തിലുള്ള സസ്യജാലങ്ങളാണ് ഇരവികുളത്തിൻ്റെ സവിശേഷത. ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് ഔദ്യോഗിക വാഹനങ്ങളിലാണ് സന്ദർശകരെ കൊണ്ടുപോവുക. അപൂർവമായ ഓർക്കിഡുകളും കാട്ടുപൂക്കളും കുറിഞ്ഞികളും നിറഞ്ഞ വഴിയിൽ കാട്ടുപോത്ത്, കരിങ്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളെ കഴിയും. മഴയായതുകൊണ്ട് അവിടെയുള്ള മൃഗങ്ങളെയൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അടുത്ത വരവിന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും മനോഹരവും പ്രകൃതി രമണീയവും മനസ്സിന് കുളിർമയേകുന്നതുമായ ഭൂമിയിലെ വളരെ മനോഹരങ്ങളിലൊന്നായ ഇടം നമ്മൾ കണ്ട് ആസ്വദിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റു മാലിന്യങ്ങളോ നിക്ഷേപിച്ച് പ്രകൃതിയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ അധികം വൈകാതെ എത്തിച്ചേരുന്നതായിരിക്കും. നന്ദി.